3 പ്രധാനപ്പെട്ട കാര്യമാണ് മമതാ ബാനർജിയുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. 3 എംസ് എന്ന് പറയും. ഓക്കെ. ഒന്ന് മഹിള, ഒന്ന് മുസ്ലിം വോട്ട്, പിന്നെ മമതാ ബാനർജി എന്നുള്ള ഒരു ബ്രാൻഡ്. മമതാ ബാനർജിയും സുവേന്ദു അധികാരിയും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് ആ. പോപ്പുലാരിറ്റിയുടെ കാര്യത്തിൽ വളരെ കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഓക്കെ. ഒരു 44%, 45% പേർ മമതാ ബാനർജിയെ CM ആയിട്ട് ആഗ്രഹിക്കുമ്പോൾ ഒരു 37-38% പോപ്പുലാരിറ്റി സുവേന്ദു അധികാരിനും വന്നിട്ടുണ്ട്. മമത ഇത്തവണ അധികാരത്തിൽ വരികയാണെങ്കിൽ പോലും ഒരു റെഡ്യൂസ്ഡ് മെജോറിറ്റിയിൽ മാർജിനിലായിരിക്കും. മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ വരികയാണെങ്കിൽ ഒരു 2 വർഷം കഴിഞ്ഞാൽ ചിലപ്പോൾ സിറ്റുവേഷൻ മാറാം. കാരണം BJP ഇത്തരം സംഭവങ്ങളിലൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വളരെ വിദഗ്ധരായുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്. ട്രൈബൽ കമ്മ്യൂണിറ്റിയുടെ സപ്പോർട്ട്, SC കമ്മ്യൂണിറ്റി, ബംഗ്ലാദേശിൽ നിന്ന് വന്ന മത്തുവ, രാജബൻഷി അങ്ങനെയുള്ള കമ്മ്യൂണിറ്റീസിന്റെ സപ്പോർട്ട്, പിന്നെ OBC വിഭാഗക്കാർ. വിഭാഗം. അപ്പോൾ ഇതാണ് BJPയുടെ ഒരു സ്ട്രോങ് വോട്ട് ബാങ്ക് എന്ന് പറയുന്നത്. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ് ബംഗാളിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ്. വിഷയങ്ങൾ പലതാണ്, വിവാദങ്ങൾ ഒട്ടേറെ ഉയർത്തിവിടുകയും ചെയ്തിരിക്കുകയാണ്. അവിടെ മമതയുടെ തുടർഭരണത്തിന് കനത്ത വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് BJP ശക്തമായ പോരാട്ടം കാഴ്ചവെക്കുന്നു എന്നുള്ള റിപ്പോർട്ടാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മമതയ്ക്ക് തുടർഭരണം ലഭിക്കുമോ? BJP എത്രത്തോളം ഉജ്ജ്വലമായ നേട്ടം അവിടെ കൈവരിക്കും? മറ്റ് കക്ഷികളുടെ പ്രകടനം എത്രത്തോളം മികച്ച നിലവാരത്തിലേക്ക് ഉയർത്തുവാൻ അവർക്ക് സാധിക്കും, പ്രത്യേകിച്ച് CPM പോലുള്ള പാർട്ടികൾക്ക്? കാരണം അവർക്കൊന്നും അവിടെ അക്കൗണ്ട് ഇല്ലല്ലോ. അതുകൊണ്ടാണ് അത്തരത്തിലൊരു വിഷയം കൂടി നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തുന്നത്. പരിശോധിക്കാം നമുക്ക്. നമ്മുടെ ഒപ്പം ചേരുകയാണ് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ നിലിൻ കൃപാകരൻ. നമസ്കാരം, ടോക്ക് പോയിന്റിലേക്ക് സ്വാഗതം. നമസ്കാരം. നിലിൻ, നമ്മുടെ ബംഗാളിലേക്ക് പോകുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടും വർത്തമാനവുമായി ബന്ധപ്പെട്ടും വളരെ വലിയ പ്രാധാന്യമുള്ള സംസ്ഥാനമാണ്. അവിടെയാണ് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് 2 ഘട്ടങ്ങളിലായി, 23-നും 29-നും. മമതാ ബാനർജി ഒട്ടേറെ ആരോപണങ്ങളാണ് കേന്ദ്രത്തിനെതിരെ ഉയർത്തുന്നത്. ഡീലിമിറ്റേഷനെതിരെ ഉയർത്തിയത്, ഒപ്പം തന്നെ SIR-നെതിരെ ഉയർത്തിയത്. അങ്ങനെ ആരോപണങ്ങളിൽ പിടിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന മമതാ ബാനർജിയെ ഒരു വശത്ത് കാണുന്നു. ശക്തമായ പോരാട്ടം കാഴ്ചവെക്കുമെന്ന് ഉറപ്പ് നൽകി മുന്നോട്ട് പോകുന്ന BJP നമുക്ക് കാണാൻ സാധിക്കുന്നു. അവിടെ പക്ഷേ സാഹചര്യം നമ്മൾ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ മമതയ്ക്ക് അനുകൂലമായി കാണപ്പെടുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം 294-ൽ 213 നേടിയ മമതയെ നമുക്ക് ഇക്കുറി പ്രോഗ്രസ് കാർഡിൽ കാണാൻ സാധിക്കില്ല എന്നുള്ള ഒരു സൂചനയുമുണ്ട്. വളരെ അത്ഭുതകരമായ മുന്നേറ്റം BJP അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് നിരീക്ഷകർ പറയുകയും ചെയ്യും. എന്താണ് ആക്ച്വലി ബംഗാളിലെ ഇപ്പോഴത്തെ സാഹചര്യം? മമത എന്തുകൊണ്ടാണ് ഇത്രയേറെ സമ്മർദ്ദത്തിൽ അടിപ്പെട്ടതുപോലെ നമുക്ക് കാണാൻ സാധിക്കുന്നത്? എന്താണ് അവിടെ സംഭവിക്കുന്നത്? എക്സ്ട്രീം ടൈറ്റ് ആണ് കോണ്ടസ്റ്റ്. ഓരോ ദിവസം കഴിയുമ്പോഴും BJPയുടെ ആ ഒരു പൊസിഷൻ അവർ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ. അപ്പോൾ അത് ഈ ആൻറ്റി ഇൻകംബൻസി വളരെ ഹെവി ആയിട്ട് നിൽക്കുന്നുണ്ട്. കാരണം 15 വർഷമായി, 2011 മുതൽ മമതയുടെ ഭരണമാണ്. അപ്പോൾ അത് പലതവണ ഉണ്ടായിരുന്നു, കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ തവണ BJP അവസാന നിമിഷം കുറേ അബദ്ധങ്ങളൊക്കെ കാട്ടി. അതായത് പ്രധാനപ്പെട്ട സംഭവം എന്താ വെച്ചാൽ, ഈ ഉത്തരേന്ത്യയിൽ നിന്ന് കുറേ ലീഡേഴ്സിനെ ഗുജറാത്തിൽ നിന്നും ഉത്തർപ്രദേശിനൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ മമതയ്ക്ക് അതൊരു ബംഗാളി കാർഡ് കൃത്യമായിട്ട് പ്രയോഗിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തു. അതായത് നിങ്ങൾ BJPക്ക് വേണ്ടി കൊണ്ടുവരുന്നതെല്ലാം മറ്റ് നാട്ടുകാരാണ്, അന്യരാണ്. നമുക്ക് നമ്മുടെ നേതാക്കളുണ്ട്, പിന്നെ എന്തിന് BJPയിലേക്ക് അതൊരു ഫാക്ടറായി. കാരണം മമതയെ സംബന്ധിച്ച് ഒരു സ്ട്രീറ്റ് ഫൈറ്ററാണ്. ആ രീതിയിൽ വളർന്നു വന്ന CPM-നെതിരെ ഒരു പോരാട്ടം നടത്തി വളർന്നു വന്ന നേതാവാണ്. അപ്പോൾ അവർക്ക് ആ ഒരു ഓറയുണ്ട് ബംഗാളി ആ ഒരു പോപ്പുലേഷനിടയിൽ, പ്രത്യേകിച്ച് ഈ കുറച്ചൊരു അപ്പർ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആളുകളുടെ ഒരു സ്ട്രെങ്ത്. അത് മമതയുടെ ഒരു പ്രധാനപ്പെട്ട സംഭവം തന്നെയാണ്. അപ്പോൾ ഇത്തവണ പക്ഷേ സിറ്റുവേഷൻ എക്സ്ട്രീംലി ക്ലോസ് ആണ്. കാരണം BJP ടാക്ടിക്സ് മാറ്റി. കഴിഞ്ഞ തവണ സംഭവിച്ച പാളിച്ചകളെല്ലാം അവർ മറികടന്നുകൊണ്ട് ലോക്കലൈസ് ആക്കി ഇലക്ഷൻ. അതായത് കോൺസ്റ്റിറ്റ്യുവൻസി വൈസ് ആൻറ്റി ഇൻകംബൻസി ഹെവിയാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള തന്ത്രം ആണ് BJP പയറ്റിയത്. അത് ബീഹാറിൽ നമ്മൾ കണ്ടതാണ് അല്ലേ? ബീഹാറിൽ ആ മാക്രോ ലെവലിലേക്ക് പോലും പോയി കൃത്യമായി പ്രാദേശിക വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നു. പ്രാദേശിക നേതാവ് അല്ലെ, ഇപ്പോഴത്തെ ദേശീയ അധ്യക്ഷൻ അവിടെ കൃത്യമായി കാര്യങ്ങൾ ബീഹാർ ആ ഒരു മോഡലാണ് അവിടെ നടപ്പാക്കുന്നത്. അപ്പൊ അത് കഴിഞ്ഞ ഒരു 1.5 വർഷമായിട്ട് അവിടെ പ്രവർത്തനം വളരെ സജീവമാണ്. അവിടുത്തെ നേതാക്കൾ എത്രത്തോളം, അതായത് BJP ബംഗാളിൽ ഒരു മെയ്ഡ് ഇൻ ബംഗാൾ നേതാക്കൾ എത്രത്തോളം? അതായത് സുവേന്ദു അധികാരി കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത് അദ്ദേഹം അധികം സമയമായിട്ടില്ല BJPയിലേക്ക് വന്നിട്ട്. തൃണമൂൽ കോൺഗ്രസിൽ മമതയുടെ വിശ്വസ്തനൊക്കെ ആയിരുന്നു. അപ്പൊ അതിനുശേഷം അദ്ദേഹം നല്ല രീതിയിൽ ഇപ്പം ഒരു കളം പിടിച്ചിട്ടുണ്ടെന്ന് പറയണം. കാരണം ഫൈറ്റർ എന്നുള്ള രീതിയിൽ ഒരു പോരാളി എന്നുള്ളൊരു ഇമേജിലേക്ക് മാറിയിട്ടുണ്ട്. ഇപ്പം റീസെന്റ് ആയിട്ട് വന്ന ട്രാക്കേഴ്സ്, ഇപ്പം സി വോട്ടറുടെ ആണെങ്കിലും മറ്റ് ഒപ്പീനിയൻ പോൾസിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, മമതാ ബാനർജിയും സുവേന്ദു അധികാരിയും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് പോപ്പുലാരിറ്റിയുടെ കാര്യത്തിൽ വളരെ കുറഞ്ഞിരിക്കുന്നു എന്നുള്ളത്. അതായത് ഒരു 44%, 45% പേർ മമതാ ബാനർജിയെ CM ആയിട്ട് ആഗ്രഹിക്കുമ്പോൾ
ഒരു 37-38% പോപ്പുലാരിറ്റി സുവേന്ദു അധികാരിനും വന്നിട്ടുണ്ട്, അത്രയും അടുത്തെത്തിയിട്ടുണ്ട്. അപ്പം Okay. BJPയുടെ ഏറ്റവും വലിയൊരു പ്രശ്നം മമതയെ കൗണ്ടർ ചെയ്യാൻ നല്ലൊരു നേതാവില്ല എന്നതായിരുന്നു. ഒരു ബംഗാളി, ഒരു പാൻ ബംഗാളി ഇമേജ് ഉള്ള ഒരു ലീഡർ ഇല്ല എന്നതായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയൊരു ന്യൂനത. അതെ. അത് BJPക്ക് മറികടക്കാൻ സാധിച്ചിട്ടുണ്ട്. സുവേന്ദു അധികാരി ഇപ്പോൾ ഒരു ഫാക്ടറാണ്. ഓക്കെ. അദ്ദേഹത്തിന് മമതാ ബാനർജിയുടെ എല്ലാ വീക്ക്നെസ്സും കാര്യങ്ങളും ഒക്കെ കൃത്യമായിട്ട് അറിയുന്ന ആ പാളയത്തിൽ നിന്ന് വന്ന വന്നതുകൊണ്ട്. ലീഡറാണ്. ആ. അപ്പൊ അത് ഒരു വലിയൊരു ഇമ്പാക്ട് തന്നെയായിരിക്കും. പ്രത്യേകിച്ച് ഈ പുരുളിയ, ബാങ്കുറ, മെഡ്നിപ്പൂർ ഉൾപ്പെടുന്ന ഉം. ആ ഒരു പ്രദേശമുണ്ട്, ഉം. അത് അദ്ദേഹത്തിന്റെ ഒരു സ്ട്രോങ് ഹോൾഡ് ഏരിയ ആണ്. Okay. ഇപ്പം അത് ഒരു ഇമ്പാക്റ്റ് ആയിരിക്കും. പിന്നെ ഇപ്പം സജീവമായിട്ട് തന്നെ ക്യാമ്പയിനിങ്ങിൽ ഈ സുവേന്ദുയുടെ ഒരു ഫാക്ടർ കാണാൻ സാധിക്കും. സാധിക്കുന്നു. ഇപ്പോൾ BJPയുടെ ലേറ്റസ്റ്റ് ഈ ഒരു ഇന്റേണൽ സർവേയിൽ ഒരു 115 to 125 സീറ്റ് എന്തായാലും BJPക്ക് നേടാൻ പറ്റുമെന്നാണ് അവരുടെ ഒരു analysis. 77-ൽ നിന്ന് 115, 120 ഉയർത്താൻ സാധിക്കുമെന്നാണ് പറയുന്നത്. എത്തിയിരിക്കുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പോൾ എടുത്ത് പറയുന്ന അതിലേക്ക് നമുക്ക് വരാം, ഏതൊക്കെ ഫാക്ടേഴ്സിൽ അവർക്ക് പിടിച്ചു കയറാൻ സാധിക്കും എന്ന്. പക്ഷേ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വലിയൊരു വിഷയം വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് 90 ലക്ഷം പേർക്ക് വോട്ട് നഷ്ടപ്പെട്ടു. വോട്ടർ പട്ടികയിൽ നിന്നും 90 ലക്ഷം പേരെ ഒഴിവാക്കി. അതെ. അതിൽ 30 ലക്ഷത്തോളം പേർ അപ്പീൽ ചെയ്തിട്ടുണ്ട്. ഈ സിറ്റുവേഷൻ എങ്ങനെയാണ് അവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്? അതൊരു പ്രധാനപ്പെട്ട കാരണം ഒരു 50 മണ്ഡലങ്ങളെങ്കിലും ഈ ഒരു ഡിലീഷൻ, അതായത് വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തു പോയ ആ ഒരു സംഭവം വലിയ മാറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പം അപ്പീൽ കൊടുത്ത ആളുകളുടെ തീരുമാനം എന്തായാലും ഉടനെ ഉണ്ടാവില്ല. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞു. ആ. അപ്പം 90 ലക്ഷം എന്ന് പറയുമ്പോൾ അതിൽ കഴിഞ്ഞ തവണ നമ്മൾ നോക്കേണ്ട 2021 ഇലക്ഷനിൽ ഏതാണ്ട് 60 ലക്ഷമാണ് ഈ രണ്ട് പൊളിറ്റിക്കൽ പാർട്ടീസും തമ്മിലുള്ള ഡിഫറൻസ്, തൃണമൂൽ കോൺഗ്രസും BJPയും തമ്മിൽ. അപ്പോൾ ഈ 60 ലക്ഷം എന്ന് പറയുമ്പോൾ ആ ഒരു ഡിഫറൻസ് ആണ് കഴിഞ്ഞ ഇലക്ഷനിൽ. 90 ലക്ഷം വോട്ടുകൾ ഇല്ലാതായി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും പല മണ്ഡലങ്ങളിലും BJPക്ക് അതൊരു അഡ്വാൻറ്റേജ് ഉണ്ടാക്കുന്നുണ്ട്. കാരണം പുറത്തു പോയതിൽ ഭൂരിഭാഗവും മമതയുടെ വോട്ടേഴ്സ് ആണെന്നുള്ളതാണ് പൊതുവെയുള്ള ഒരു അനാലിസിസ്. പ്രത്യേകിച്ച് ബംഗ്ലാദേശി ഇല്ലീഗൽ ഇമിഗ്രൻസ് ഉൾപ്പെടെയുള്ള ആളുകൾ. ഇതാണ് അതിന്റെ ഗുട്ടൻസ് അല്ലേ? അതായത് ബംഗാളി ഇമിഗ്രൻസിനെ കൃത്യമായി അവർക്ക് പൗരത്വം കൊടുക്കണം എന്ന് എന്തുകൊണ്ട് മമത ആവശ്യപ്പെട്ടു എന്നാൽ ഇത് തന്നെയാണ് രഹസ്യം അല്ലേ? മമതയുടെ ഏറ്റവും വലിയ സ്ട്രോങ് വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ഈ ബംഗ്ലാദേശി ഒറിജിൻ ആയിട്ടുള്ള ഇമിഗ്രൻസ് ആണ്. ഇപ്പൊ നോക്കേണ്ടത്, നമ്മൾ നോക്കുകയാണെങ്കിൽ 116 മണ്ഡലങ്ങൾ ബംഗാളിൽ, അതാണ് ഏറ്റവും മമതയുടെ സ്ട്രോങ് ഹോൾഡ് മണ്ഡലങ്ങൾ. 116 മണ്ഡലങ്ങൾ. ആ 116 മണ്ഡലങ്ങളിൽ 106 മണ്ഡലങ്ങളിലും മമതാ ബാനർജിയുടെ പാർട്ടി തൃണമൂൽ കോൺഗ്രസ് ആണ് കഴിഞ്ഞ തവണ വിജയിച്ചത്. ഒന്ന് ആലോചിക്കണം, 116 106. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പറയും, 116 മണ്ഡലങ്ങളിലും മുസ്ലിം ജനസംഖ്യ വളരെ നിർണായകമാണ്. അതായത് 25 മുതൽ 30% അല്ലെങ്കിൽ അതിലധികമോ ജനസംഖ്യയുള്ള മുസ്ലിം വോട്ടേഴ്സ് ഉള്ള മണ്ഡലങ്ങളാണ്. അതായത് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ സപ്പോർട്ടാണ് മമതാ ബാനർജിയുടെ ഏറ്റവും വലിയ തുറുപ്പ് ചീട്ട്. മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഏതാണ്ട് 80% പേർ മമതാ ബാനർജിയാണ് പിന്തുണയ്ക്കുന്നത്. അത് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന്റെ കണക്ക് നോക്കിയാലും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്ക് നോക്കിയാലും അതൊരു ഫാക്ടറാണ്. അപ്പോൾ BJPക്ക് മുമ്പുള്ള ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ഈ മണ്ഡലങ്ങളിൽ എത്രത്തോളം ഇമ്പാക്ട് BJPക്ക് ഉണ്ടാക്കാൻ പറ്റും. കാരണം ഈ 116 മണ്ഡലങ്ങളിൽ ഇത്തവണയും മമതാ ബാനർജിക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധിയെഴുത്ത് തന്നെ ഉണ്ടാകാനാണ് സാധ്യത. പിന്നെ മുസ്ലിം പാർട്ടീസ് ഇപ്പോൾ അവിടെ വന്നിട്ടുണ്ട്. ഹുമയൂൺ കബീർ എന്ന് പറയുന്ന മമതാ ബാനർജിയുടെ മുൻ വിശ്വസ്തൻ പൊളിറ്റിക്കൽ പാർട്ടി രൂപീകരിച്ചിട്ടുണ്ട്, ഉന്നയാൻ പാർട്ടി എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ആ പാർട്ടിക്ക് എത്രത്തോളം ഒരു മുസ്ലിം വോട്ട് പിടിക്കാൻ പറ്റും? ഒവൈസിയുടെ പാർട്ടി അവിടെ മത്സരിക്കുന്നുണ്ട്. പക്ഷെ എന്നാൽ പോലും കുറച്ച് വോട്ടുകൾ അവർ പിടിക്കുകയാണെങ്കിൽ അത് BJPക്ക് ഒരു അനുകൂലമായിട്ടുള്ളൊരു ഘടകമായിട്ട് മാറും. പിന്നെ 3 പ്രധാനപ്പെട്ട കാര്യമാണ് മമതാ ബാനർജിയുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. 3 M's എന്ന് പറയും. ഒന്ന് മഹിള, ഒന്ന് മുസ്ലിം വോട്ട്, പിന്നെ മമതാ ബാനർജി എന്നുള്ള ബ്രാൻഡ്. അപ്പം അതിൽ ഈ മഹിളാ വോട്ട് എങ്ങനെ തിരിയുന്നു അതിനെ ആശ്രയിച്ചിരിക്കും ഫൈനൽ ഔട്ട്കം. ഈ പൊതുവിൽ മഹിളകൾ ഒപ്പം നിൽക്കാനുള്ള കാരണം ക്ഷേമ പദ്ധതികൾ തന്നെയായിരിക്കും. അതെ. ഒന്ന് മമതാ ബാനർജി അവരിൽ നിന്നുള്ള ഒരു നേതാവാണെന്നുള്ളൊരു ഫീൽ ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു സ്ട്രോങ് ലീഡർ. അവിടെ വേറൊരു വനിതാ ലീഡർ ഇല്ല. ആ ഒരു ഓറയുള്ള, അത്രയും പിന്തുണയുള്ള ഒരു ഫൈറ്റർ എന്നുള്ള രീതിയിൽ, പ്രത്യേകിച്ച് ദുർഗയും കാളിയൊക്കെ ആരാധിക്കുന്ന ആ ഒരു കൾച്ചറാണല്ലോ ബംഗാളിലുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതൊരു ഫാക്ടറാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, മമതയുടെ ലക്ഷ്മി ഭണ്ഡാർ യോജന എന്ന് പറയുന്ന സ്കീം, മാസം 1750 രൂപ കൊടുക്കുന്ന ഒരു സ്കീമുണ്ട് സ്ത്രീകൾക്ക്. അത് ഒരു വലിയ ഗെയിം ചേഞ്ചർ ആയിട്ടാണ്. ഏതാണ്ട് 2 കോടിയിലധികം വരുന്ന ആളുകൾക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഇത്തവണ BJP അധികാരത്തിൽ വരികയാണെങ്കിൽ 3000 ആക്കി ഉയർത്തും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും കിട്ടുന്ന പണം അതൊരു പ്രധാനപ്പെട്ട സംഭവമാണല്ലോ. മറ്റേത് ഉറപ്പില്ലല്ലോ, തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊരു ഫാക്ടറാണ്. പക്ഷെ ഇതിനിപ്പോ തിരിച്ചടി ആവാൻ പോകുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്രൈം റേറ്റ്. ശരിയാണ്. നമ്മൾ ബംഗാളിലേക്ക് നോക്കുമ്പോൾ വനിതകൾക്കെതിരായ ഒരു ക്രൈം റേറ്റ് ഉയർന്നു നിൽക്കുന്ന ഒരു സംസ്ഥാനം ടോപ്പ് 4 പെടും ഇന്ത്യയിൽ തന്നെ. അതായത് അത് മാത്രമല്ല, പലതും കൺവിക്ഷൻ ഒന്നും നടക്കുന്നില്ല. പിന്നെ ഈ ആർജിക്കർ ഇൻസിഡന്റ്, അത് അവരുടെ ആ മരിച്ച കുട്ടിയുടെ അമ്മ മത്സരിക്കുന്നുണ്ട് BJP സ്ഥാനാർത്ഥിയായിട്ട്. അപ്പൊ അത്
ഒരു വലിയ ഇഷ്യൂ ആണ്. തീർച്ചയായിട്ടും അന്ന് വലിയ രീതിയിൽ അത് ചർച്ച ചെയ്യപ്പെട്ടു അല്ലെ. അത് ബി ജെ പിക്ക് നല്ല രീതിയിൽ ചർച്ചയാക്കാനും പറ്റി സാധിച്ചു. സന്ദേശ് കാലി പോലെയല്ല ആർജിക്കർ. ഉം. കാരണം ബി ജെ പിയുടെ ഒരു പ്രതീക്ഷ വരുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഈ സൗത്ത് ബംഗാൾ, ഉം. അതായത് കൊൽക്കത്ത, ഹുഗ്ലി, ഹൗറ, ഉം. നോർത്ത് 24 പർഗനാസ്, സൗത്ത് 24 പർഗനാസ്, ആ റീജിയൻ മമതയുടെ ഒരു സ്ട്രോങ് ഹോൾഡ് ഏരിയ ആണ്. ഉം. അവിടെ കൂടുതലായിട്ട് ഈ അപ്പർ മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ കുറച്ച് ഭദ്രലോക് എന്ന് പറയപ്പെടുന്ന വിഭാഗക്കാരാണ് നിർണായകം. ബാനർജി, Okay. മുഖർജി, ചാറ്റർജി, ഫോർവേഡ് കാസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. പറയാം. ഉം. അപ്പൊ അവർക്കിടയിൽ ഈ ആർജിക്കർ ഇഷ്യൂ ഒരു ചലനായിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ. അപ്പം ഒരു ആന്റി ഇൻകംബൻസി ആ രീതിയിൽ വരുന്നുണ്ട്. സ്ത്രീകൾക്കിടയിൽ ഒന്ന് മാറി ചിന്തിക്കണം എന്നുള്ളൊരു ചിന്താഗതി വന്നിട്ടുണ്ട്. വന്നിട്ടുണ്ട്. അപ്പൊ അത് ചിലപ്പോൾ ഇത്തവണ ഒരു ഗെയിം ചേഞ്ചർ ആവാൻ സാധ്യതയുണ്ട്. അപ്പർ കാസ്റ്റുകളുടെ ഇടയിൽ അല്ലെ, മിഡിൽ അപ്പർ. ബംഗാളിലൊരു ഏറ്റവും വലിയൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് മമതാ ബാനർജി, തൃണമൂൽ കോൺഗ്രസ് അവരുടെ സ്ട്രോങ് ആയിട്ടുള്ള രണ്ട് വിഭാഗക്കാർ അവർ പിന്തുണയ്ക്കുന്നത്. ഒന്ന് മുസ്ലിംസ്, 27-28% വരുന്ന ഒരു വിഭാഗം. അത് കൂടാതെ ഫോർവേഡ് കാസ്റ്റ്, ഹിന്ദു ഫോർവേഡ് കാസ്റ്റ്, അങ്ങനെ ഒരു സംഭവം വേറെ ഒരു സംസ്ഥാനത്തും ഇല്ല എന്നുള്ളതാണ്. ഞാൻ ഇടപെട്ടോട്ടെ. ഒരു സംഭവം ഞാൻ അങ്ങനെ ഇടാം. അതായത് ബീഹാറിൽ നിതീഷിന്റെ സ്ട്രോങ് അല്ല, ബി ജെ പിക്കെതിരെ നിൽക്കുന്ന പാർട്ടികളുടെ എല്ലാം തന്നെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് മുസ്ലിം വോട്ടായിരുന്നു അവർ ബാങ്ക് ചെയ്തിരുന്നത്. ഒപ്പം തന്നെ അപ്പർ കാസ്റ്റുമായിരുന്നു. OBC-യിലേക്ക് ബി ജെ പി കൂടുതൽ നിതീഷിന്റെ സഹായത്തോടെ ഇറങ്ങിച്ചെന്നു. അപ്പൊ ആ ഒരു ടാക്ടിക്സ് ഇവിടെയും പയറ്റാൻ സാധിക്കുന്നുണ്ട്. അതെ, തീർച്ചയായും. കാരണം ബീഹാറിലെ ഒരു സിറ്റുവേഷൻ എൻ്റയർലി ഡിഫറെന്റ് ആണ് ബംഗാളിലെ ഒരു സാഹചര്യം. കാരണം ബി ജെ പി അവിടെ വളർന്നിരിക്കുന്നത് SC, ST, OBC വോട്ട് ബാങ്കിന്റെ പിൻബലത്തിലാണ്. അതാണ് ഒരു ഡിഫറൻസ് ബംഗാളിലെ ബി ജെ പിയെ സംബന്ധിച്ച്. കാരണം നോർത്ത് ബംഗാളിലെ പ്രദേശങ്ങൾ, അതുകൂടാതെ ഈ പുരുളിയ, ബാങ്കുറ ഉൾപ്പെടുന്ന പ്രദേശം, ജംഗിൾ മഹൽ എന്ന് പറയുന്നത് അത് ട്രൈബൽ ബെൽറ്റ് ആണ്. അപ്പൊ ഈ ട്രൈബൽ കമ്മ്യൂണിറ്റിയുടെ സപ്പോർട്ട്, SC കമ്മ്യൂണിറ്റി, ബംഗ്ലാദേശിൽ നിന്ന് വന്ന മത്തുവ, രാജബൻഷി അങ്ങനെയുള്ള കമ്മ്യൂണിറ്റീസിന്റെ സപ്പോർട്ട്, പിന്നെ OBC വിഭാഗം. അപ്പൊ ഇതാണ് ബി ജെ പിയുടെ ഒരു സ്ട്രോങ് വോട്ട് ബാങ്ക് എന്ന് പറയുന്നത്. ബി ജെ പി പെട്ടെന്ന് ഇത്രയും വലിയൊരു മാറ്റം ഉണ്ടാക്കി. ഒരു 8 വർഷത്തിനിടെയാണ് ബി ജെ പിയുടെ ഒരു മാറ്റം. ഈ വളർച്ച വെറും 3 സീറ്റിൽ നിന്നാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 77 സീറ്റിൽ ബി ജെ പി എത്തിയത്. 3-ൽ നിന്നും 77-ലേക്ക് എത്തി. അതെ, അതിനു മുമ്പാണെങ്കിൽ ഇപ്പൊ 2019 ലോക്സഭാ ഇലക്ഷനിൽ 18 സീറ്റിൽ ബി ജെ പി ബംഗാളിൽ ജയിച്ചാണ് ആദ്യമായിട്ടൊരു മാജിക് പുറത്തെടുത്തത്. അതിനു മുമ്പ് വെറും 2 സീറ്റേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഈ ചേഞ്ചിന് കാരണം നോർത്ത് ബംഗാളിലെയും ഈ പറഞ്ഞ ജംഗിൾ മഹലിലെയും OBC, SC, ST പോപ്പുലേഷൻ ആണ്. പക്ഷെ ബി ജെ പിക്ക് മുമ്പിൽ ഇപ്പോഴും ഒരു വെല്ലുവിളിയായി നിൽക്കുന്നത് ഫോർവേഡ് കാസ്റ്റ് ആണ്. അവരുടെ വോട്ട് ബി ജെ പിക്ക് ലഭിക്കുന്നില്ല. അതൊരു വളരെ വലിയൊരു അത്ഭുതമാണ്. കാരണം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഏറെ വിഭിന്നമാണ് ബംഗാളിൽ. അതിന് കാരണം മമതാ ബാനർജി എന്ന് പറയുന്ന ബ്രാൻഡ് നെയിമാണ്. അപ്പൊ ഇത്തവണ പക്ഷേ ഈ കൊൽക്കത്ത, നമ്മൾ നേരത്തെ പറഞ്ഞ ഈ കൊൽക്കത്ത, ഹുഗ്ലി, ഹൗറ, നോർത്ത് 24 പർഗനാസ്, സൗത്ത് 24 പർഗനാസ്, അതായത് സദേൺ ബംഗാൾ, അവിടെയാണ് ഈ ഭദ്രലോക് എന്ന് പറയുന്ന ഈ മുഖർജി, ബാനർജി ഈ വിഭാഗക്കാർ കൂടുതലായിട്ടുള്ള ഫോർവേഡ് കാസ്റ്റ്. അപ്പൊ അവരിടയിൽ ഇത്തവണ ഒരു വലിയ ചേഞ്ച് ഉണ്ടാവുമെന്നാണ് ബി ജെ പി എക്സ്പെക്ട് ചെയ്യുന്നത്. കാരണം അതിന് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഇലക്ഷനിൽ ഈ സ്ഥലത്തൊക്കെ ബി ജെ പി നന്നായിട്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഡിഫറൻസ് ഉണ്ടായിരുന്നു. അതായത് മമതയുടെ ജയം എന്ന് പറഞ്ഞാൽ നല്ല ഡിഫറൻസിലായിരുന്നു. പക്ഷേ ഈ പറയുന്ന ഈ സൗത്ത് ബംഗാളിലെ 33 മണ്ഡലങ്ങളിൽ ഇത്തവണ SIR നിർണായകമാവും. കാരണം ഇവിടെ മുസ്ലിം പോപ്പുലേഷനും ഉണ്ട് പല പ്രദേശങ്ങളിലും. അപ്പൊ ഈ SIR ഇത്തവണ നിർണായകമാകുമ്പോൾ ഒരു 33 മണ്ഡലങ്ങളിൽ പല മണ്ഡലങ്ങളിലും ഈ SIR-ൽ ഡിലീറ്റ് ചെയ്യപ്പെട്ട വോട്ടേഴ്സ് ഉണ്ടല്ലോ, അതിനേക്കാൾ എന്താ പറയാ ആ മാർജിൻ ഉണ്ടല്ലോ അത് കുറവാണ്. ബി ജെ പിയും തൃണമൂലും തമ്മിലുള്ള മാർജിനും SIR-ൽ ആകെ ഡിലീറ്റ് ചെയ്ത ആ ഒരു വോട്ട് അതും നോക്കുമ്പോൾ മാർജിൻ കുറവാണ്. മമത മത്സരിക്കുന്ന ഭവാനിപൂരിൽ ഉൾപ്പെടെ ഏതാണ്ട് 50,000-നടുത്ത് വോട്ട് പുറത്തു പോയിട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞ തവണ 57,000 അങ്ങനെ എന്തോ ഒരു ഡിഫറൻസിലാണ് മമത ജയിച്ചത്. അപ്പൊ ഇത്തവണ അത് ഒരു നിർണായക ഘടകം. അവിടെ മത്സരം കടുക്കും. അവിടെ എനിക്ക് സുവേന്ദുവാണ് കഴിഞ്ഞ തവണ നന്ദിഗ്രാമിൽ മമതയെ തോൽപ്പിച്ചതാണ്. അതെ, സുവേന്ദു അപ്പോൾ അവിടെ വലിയൊരു ഫിഗറായി മാറിക്കഴിഞ്ഞു തോന്നുന്നു. തീർച്ചയായും. കാരണം വെച്ചാൽ ഒന്ന് നല്ലൊരു സ്ട്രീറ്റ് ഫൈറ്ററാണ്. മമതാ ബാനർജിക്ക് വെല്ലുവിളിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്ട്രീറ്റ് ഫൈറ്ററാണ്. പിന്നെ ആ ബംഗാളി അസ്മിത എന്ന് പറയുന്ന സംഭവം ബി ജെ പിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. കാരണം മമതയുടെ ഏറ്റവും വലിയ തുറുപ്പ് ചീട്ടെന്ന് പറയുന്നത് ബംഗാളി പ്രൈഡ് എന്നുള്ള സംഭവമാണ്. ബി ജെ പിക്കാരെ പുറത്തു നിന്ന് വരുന്നവർ ഇപ്പോഴും ഭയങ്കരമായുള്ള ക്യാമ്പയിനിങ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഈ ബംഗാളി ബെൽറ്റിന്റെ ഒരു മനോഗതി അങ്ങനെയാണെന്ന് തോന്നുന്നു. അതായത് ഞങ്ങളുടെ ആളുകൾ, നമുക്കിടയിൽ നിന്ന് വരുന്നവർ, അവരെ സപ്പോർട്ട് ചെയ്യണം. ആ ഒരു അത് എനിക്കൊന്ന് ബംഗാളിലുണ്ട്, ബംഗ്ലാദേശിലുണ്ട്. നമുക്ക് പൊതുവിൽ ഈ ഒരു ആ ബെൽറ്റിലുള്ള ആൾക്കാരുമായിട്ട് സംസാരിച്ച് ഇടപഴകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ ഭാഷ സംസാരിക്കുന്നവർക്ക് ആ ഒരു വികാരമുണ്ട്. അപ്പൊ മമതാ ബാനർജി ഇപ്പൊ ആ രീതിയിലുള്ള ക്യാമ്പയിനിങ് ആണ് നടത്തുന്നത്. വലിയ സമനില തെറ്റിയ രീതിയിലൊക്കെയാണ് ഇപ്പൊ പ്രതികരിക്കുന്നത്. അതായത് ബി ജെ പി അധികാരത്തിൽ വരികയാണെങ്കിൽ ബംഗാളിലെ പല ഭാഗങ്ങളും ബീഹാറിന്റെ ഭാഗമാക്കും. അതുകൂടാതെ പല രീതിയിൽ ഇത്തരം മത്സ്യം കഴിക്കുന്ന സംഭവം ഇല്ലാതാവും. അതായത് മീനാണല്ലോ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ഭക്ഷണം. അപ്പൊ അത് നിരോധിക്കും, മത്സ്യം കഴിക്കാൻ പറ്റില്ല ഇവിടെ എന്നൊക്കെ പറഞ്ഞ് ഒരു ബംഗാളി വികാരം ഒന്ന് ആളി കത്തിക്കാനുള്ള ശ്രമം മമത നടത്തുന്നത്. പക്ഷെ കഴിഞ്ഞ തവണത്തെ പോലെ അത് അത്ര ഏശുന്നില്ല എന്നുള്ളതാണ്
BJPക്ക് മുമ്പിലുള്ള ഒരു പ്രധാന അനുകൂല ഘടകം. അതെ. BJP ടാക്ടിക്സ് മാറ്റി. ആ. ഒന്നാമത് അവരുടെ ഫുൾ മെഷീനറി അവിടെ വർക്ക് ചെയ്യാണ്. അമിത്ഷാ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഏറെക്കുറെ ഫുൾ ടൈം ബംഗാളിലാണ്. ഓക്കെ. അതായത് ജനങ്ങളെ ഒരു കോൺഫിഡൻസ് കൊടുക്കുക. അതായത് അവിടെ ഭരണമാറ്റം എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. ആൻറ്റി ഇൻകംബൻസി വളരെ ഹെവിയാണ്. പക്ഷെ ഭയമാണ് ആളുകൾക്ക് വോട്ട് ചെയ്യാൻ. അതാണ് അവിടുത്തെ അക്രമ സംഭവങ്ങൾ, അതാണ് മറ്റൊരു പോസ്റ്റ് പോൾ വിഷയം. വയലൻസ്. അതെ. കഴിഞ്ഞ അവിടെ തവണ പരാജയപ്പെട്ടതിന് ശേഷം വല്ലാത്തൊരു സാഹചര്യത്തിലൂടെയാണ് BJP പ്രവർത്തകരും BJPക്ക് വോട്ട് ചെയ്തവരും പോയത്. അതെ. വ്യാപകമായ അക്രമമാണ് തൃണമൂൽ കോൺഗ്രസ് അഴിച്ചുവിട്ടത്. ഓ. അപ്പോൾ ഇത്തവണ മത്സരം ടൈറ്റാണ്. ഇപ്പോൾ ഒരു 125, 165 ആ റേഞ്ചിലാണ് നിൽക്കുന്നത് ഒരു സീറ്റ് പ്രൊജക്ഷൻ. അത് ചിലപ്പോൾ ചേഞ്ച് ചെയ്യുക. അപ്പോൾ ഒരു 20-25 സീറ്റ് മറിയുകയാണെങ്കിൽ ഔട്ട്കമ്മിനെ ബാധിക്കും. BJPക്ക് സാധ്യതയുണ്ട്. ഒരു അട്ടിമറി ജയം നേടാൻ BJPക്ക് സാധ്യതയുണ്ട്. പക്ഷേ ജനങ്ങൾക്ക് മുമ്പിൽ BJP ആ രീതിയിൽ പൊസിഷൻ ചെയ്യണം. അതായത് ഞങ്ങൾ ജയിക്കാൻ പോകുന്നു എന്നുള്ളൊരു ഫീൽ ഉണ്ടാക്കി കൊടുക്കണം. ഉണ്ടാക്കിയെടുക്കണം. അത് നിർണായകമാണ്. എങ്കിൽ മാത്രമേ അവർക്ക് ധൈര്യം ഉണ്ടാവുള്ളൂ. വോട്ടർ അല്ലേ? ടേൺഔട്ട് കൂടും. അതെ, വോട്ടർ ടേൺഔട്ട് കൂടും. അതുകൂടാതെ വലിയ തോതിൽ തന്നെ ഈ ആൻറ്റി ഇൻകംബൻസി വോട്ട് BJPയിലേക്ക് എത്തും. അപ്പോൾ ആ ഒരു പോസിറ്റിവിറ്റി BJPക്ക് കൊടുക്കാൻ സാധിക്കും. അതിൻ്റെ ഭാഗമായിട്ടാണ് അമിത്ഷായും ഭൂപേന്ദ്ര യാദവ്, പിന്നെ അതുകൂടാതെ നിത്യാനന്ദ റായ്, പിന്നെ ബിപ്ലബ് കുമാർ ദേബ്, പിന്നെ സുനിൽ ബൻസൽ BJP നാഷണൽ ജനറൽ സെക്രട്ടറി, ഇവരെല്ലാവരും കൂടെ അവിടെ ക്യാമ്പ് ചെയ്ത് ചെയ്യുന്നുണ്ട്. പ്രവർത്തിക്കുന്നുണ്ട്. അമിത്ഷാ രാത്രി പ്രത്യേക യോഗങ്ങളൊക്കെ സംഘടിപ്പിക്കുന്നത്. അതായത് ഇവിടെ പ്രശ്നമില്ല, നമ്മൾ അധികാരത്തിൽ വരും എന്നുള്ളൊരു ഫീൽ ഉണ്ടാക്കുക. അതിന് ഒരു പ്രധാനപ്പെട്ട ഒരു പങ്ക് കേന്ദ്ര സേനയുടെ സാന്നിധ്യത്തിൽ തീർച്ചയായും സമാനതകളില്ലാത്ത രീതിയിലുള്ള വലിയൊരു വിന്യാസമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. മമതാ ബാനർജിയുടെ കൺട്രോൾ ഇപ്പം പോലീസിലില്ല എന്നുള്ളതാണ്. അത് മാത്രമല്ല 2 ഘട്ടമായിട്ടാണ് ഇത്തവണ തെരഞ്ഞെടുപ്പ്. കഴിഞ്ഞ തവണ 8 ഘട്ടം അങ്ങനെ എന്തോ ആയിട്ടായിരുന്നു തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ഘട്ടം കഴിയുമ്പോൾ ഈ തൃണമൂലിൻ്റെ ഗുണ്ട ടീം മൊത്തം അടുത്ത സ്ഥലങ്ങളിലേക്ക് പോകും. ഇത്തവണ അത് നടക്കില്ല. കാരണം 23, 29 2 ഘട്ടങ്ങളായിട്ടാണ് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെല്ലാം മമതയ്ക്ക് ഒരു പ്രതികൂലമായിട്ടുള്ള ഒരു സാഹചര്യമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് മമതയെ ഭയപ്പെടുത്തുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ഭവാനിപ്പൂരിൽ ഇപ്പോൾ 50,000 വോട്ട് മാറ്റപ്പെട്ടു. ഡിലീഷനിലായി. അവിടെ സുവേന്ദു അധികാരിയാണ് എതിരാളി. സുവേന്ദു 2 മണ്ഡലത്തിൽ മത്സരിക്കുന്നു തോന്നുന്നു. ഉണ്ട്, നന്ദിഗ്രാമിലുണ്ട്. നന്ദിഗ്രാമിലുണ്ട്. കഴിഞ്ഞ തവണ നന്ദിഗ്രാമിലാണ് മമതാ ബാനർജി സുവേന്ദു അധികാരി പരാജയപ്പെടുത്തിയത്. ഇപ്പോൾ മമത ഭവാനിപ്പൂരിലേക്ക് മാറി. മാറി. അവര് കഴിഞ്ഞ തവണ അവിടെ ജയിച്ചിരുന്നു. 2 മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പിലാണ് ജയിച്ചത്. അതെ. അപ്പൊ എന്തായാലും ഈ ഭവാനിപ്പൂരിൽ സുവേന്ദുവിന്റെ പോരാട്ടം നിർണായകമായിരിക്കും. മമതയ്ക്ക് ഇപ്പോൾ നിർണായകമായിരിക്കും. അത് തീർച്ചയായിട്ടും മമതയ്ക്ക് വലിയ നിർണായകമായിട്ടുള്ളതാണ്. ഇതിലൊരു പ്രശ്നം വരുന്നത് വെച്ചാൽ മഹിളാ വോട്ട് എങ്ങോട്ട് പോകുന്നു, മുസ്ലിം വോട്ടിൽ ഒരു സ്പ്ലിറ്റ് വരുമോ എന്നുള്ളതാണ് 2 പ്രധാനപ്പെട്ട ഫാക്ടർ. ഓക്കെ. കാരണം ഈ ഉന്നയാൻ പാർട്ടി, ഒവൈസിയുടെ പാർട്ടി, ബേസിക്കലി വോട്ട് കെട്ടർ പാർട്ടി എന്നാണ് ഒവൈസിയുടെ പാർട്ടി അറിയപ്പെടുന്നത്. അവർ 12 സീറ്റിൽ മത്സരിക്കുന്നുണ്ട്. അപ്പോൾ ഈ മുർഷിദാബാദ്, ഉത്തർ മാൽഡ ആ പ്രദേശങ്ങളൊക്കെ മുസ്ലിം ഭൂരിപക്ഷ മേഖലകളാണ്. അപ്പോൾ അവിടെ എത്രത്തോളം വോട്ട് സ്പ്ലിറ്റ് ചെയ്യപ്പെടും, അങ്ങനെയാണെങ്കിൽ അതൊരു ഫാക്ടറായിരിക്കും. അതാണ്. അല്ല, ഈ അവിടുത്തെ BJP അധ്യക്ഷന്റെ പങ്ക് എത്രത്തോളം നിർണായകം? നല്ല ഫൈറ്ററായിട്ടുള്ളൊരു വ്യക്തിയാണ്. രീതിയിൽ താഴെത്തട്ടിൽ പ്രവർത്തനം ഊർജിതാക്കിയിട്ടുണ്ട്. BJPയുടെ ഏറ്റവും വലിയൊരു ഫാക്ടർ, ഒരു പ്രോബ്ലം, അവർക്കൊരു വെല്ലുവിളി എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ പല ഇടങ്ങളിലും അവർക്ക് ലോക്കലി അത്ര നെറ്റ്വർക്ക് ഇല്ല. കാരണം പെട്ടെന്ന് ഡെവലപ്പ് ചെയ്തൊരു പാർട്ടിയാണല്ലോ. കാരണം BJP ഒരു 3-2 സീറ്റ് മാത്രം നേടിയിരുന്ന ഒരു പാർട്ടി, അല്ലെങ്കിൽ അതുപോലെ ഇല്ലാത്തൊരു അവസ്ഥയെന്നാണ് ഇത്രയും വലിയൊരു ചേഞ്ച് ഉണ്ടായി. പഴയ CPM-മാരാണ് മൊത്തം ഇപ്പം BJP ആയിരിക്കുന്നത്. അതാണ് ഫാക്ടർ. നക്സൽ ബാരി എന്ന് പറയുന്ന വസന്തത്തിന്റെ ഇടിമുഴക്കൊക്കെ പ്രതീക്ഷിച്ചിരുന്ന ആ സ്ഥലത്ത് ഇപ്പം BJPയുടെ ഒരു സ്ട്രോങ് ഹോൾഡ് ഏരിയയാണ് നക്സൽ ബാരി. അവിടുത്തെ MP ആണെങ്കിൽ MLA ആണെങ്കിലും ഒക്കെ BJP ആണ്. അപ്പോൾ ആ ഒരു മാറ്റമുണ്ട്. ഇപ്പോൾ ഒരു 10 പേരെ നമ്മൾ പരിചയപ്പെടുകയാണ്, ഇപ്പോൾ ബംഗാളിലൂടെ സഞ്ചരിക്കുമ്പോൾ പരിചയപ്പെടുകയാണെങ്കിൽ അവർ BJP-കാരാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാണ്. അവരിലെ 8 പേരും CPM വന്നവരാണ്. അതൊരു വലിയ ഫാക്ടറാണ് കേട്ടോ. കാരണം എല്ലാവരും പണ്ട് പറഞ്ഞിരുന്നത് പതിറ്റാണ്ടുകൾ തുടർച്ചയായി ഇടതുപക്ഷം അവിടെ ഭരിച്ചു, CPM അവിടെ ഭരിച്ചു. പക്ഷേ ജനങ്ങളുടെ ജീവിതം ഒരു യുഗത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരുന്നത്. നാടിന് യാതൊരു പുരോഗതിയുമില്ല. ഇപ്പോഴും വികസനം ഒരു വലിയ വിഷയം തന്നെയായിരിക്കും അല്ലേ? വലിയ വിഷയമാണ്. കാരണം ഒരു ഇൻഡസ്ട്രിയലൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് എന്നുള്ളൊരു ഇമേജ് ആയിരുന്നു പണ്ട് ബംഗാളിലുണ്ടായിരുന്നു. കൊൽക്കത്ത എന്നൊക്കെ പറഞ്ഞാൽ 70-കളിലും 60-കളിലൊക്കെ അത്രയും മികച്ച രീതിയിലുള്ള ഒരു സിറ്റി ആയിരുന്നു. ഒരുപാട് ഡെവലപ്മെന്റ് അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒന്നുമില്ല എന്നുള്ളതാണ്. അപ്പോൾ അതൊരു ഫാക്ടറാണ്. മമത അതൊക്കെ പറഞ്ഞിട്ടാണ് അധികാരത്തിൽ വന്നത്. അതായത് CPM-ന്റെ ഭരണത്തിലുണ്ടായ വികസന മുരടി, ഇപ്പോൾ ബംഗാളിൻ്റെ ആ ഒരു പ്രൗഢി നഷ്ടപ്പെട്ടു, അത് ഞാൻ തിരിച്ചു പിടിക്കുമെന്ന് പറഞ്ഞാണ് മമത വന്നത്. പക്ഷേ മമതയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. അപ്പോൾ അത് ഈ പറയുന്ന പ്രസിഡൻസി ഏരിയ എന്ന് പറയുന്ന ഈ സൗത്ത് ബംഗാളിൽ ഒരു വലിയ വിഷയമാക്കാൻ BJP-ക്ക് സാധിച്ചിട്ടുണ്ട്. ഒരു ഡബിൾ എഞ്ചിൻ സർക്കാർ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. പിന്നെ മോദിയുടെ ഒരു ഇമ്പാക്റ്റ് അത് നമ്മൾ വിട്ടുപോയി പറയാം. മോദി എക്സ്ട്രീംലി പോപ്പുലർ ആണ് ബംഗാളിൽ. മമത വനിതകൾക്കിടയിൽ എത്ര സ്വീകാര്യത മമതയ്ക്കുണ്ടോ അതുപോലെ തന്നെ മോദിക്കും വലിയൊരു സ്വീകാര്യത. അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തേക്കും വ്യാപിച്ച ഒരു സംഭവം, ഒരു പ്രതിഭാസമാണല്ലോ. അപ്പോൾ അത് ബംഗാളിലും ശരിക്കും ഇഫക്റ്റീവ് ആണ്. തീർച്ചയായും. കാരണം അദ്ദേഹത്തിന്റെ റാലികളിലൊക്കെ കാണുന്ന ജനക്കൂട്ടം എന്ന് പറഞ്ഞാൽ
ഒരു രക്ഷയില്ല. തൃണമൂൽ ശരിക്കും ഭയപ്പെട്ടിരിക്കുക. അതെ അതെ കാരണം അതെ ഇപ്പം മമതയുടെ ഒരു ഇമേജിൽ ജയിച്ചു കയറും എന്നുള്ള ഒരൊറ്റ പ്രതീക്ഷ മാത്രമല്ല. കാരണം മമതാ ബാനർജിയെ തള്ളിക്കളയാൻ ബംഗാളികൾ തയ്യാറാകുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം. ചോദ്യം. അതിന് മമത ഇനിയിപ്പം വരും ദിവസങ്ങളിൽ, ഇപ്പോൾ 2 ദിവസമുള്ള ആദ്യ ഫേസിന്, അത് കഴിഞ്ഞാൽ വൈകാരികമായുള്ള പല ടെക്നിക്കൊക്കെ മമത പയറ്റും. അതിപ്പോഴും നടത്തുന്നുണ്ട്. പക്ഷേ ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ അവിടുത്തെ ക്രിമിനൽ ഗുണ്ടാ സംഘങ്ങളെ നിയന്ത്രിക്കുന്നതിൽ മമതാ ബാനർജി വലിയ പരാജയമാണ് എന്ന് കേൾക്കുന്നുണ്ട്. ഒന്ന്, തീർച്ചയായും കാരണം ഇവരൊക്കെ മമതയുടെ പാർട്ടിക്ക് വേണ്ടി ഗുണ്ടാപ്പണി നടത്തുന്നവരാണ്. അതുകൊണ്ട് പോലീസിനെ മമത അതേ രീതിയിലാണ് ഉപയോഗിക്കുന്നത്. അതായത് ഇവരെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് അവരുടെ പാർട്ടിയുടെ വളർച്ചയ്ക്ക് വേണ്ടിയും നമ്മൾ കണ്ടതാണ്. പല ഉന്നത ഉദ്യോഗസ്ഥരെയും കേന്ദ്രത്തിൽ വിളിപ്പിക്കുന്നു, കൃത്യമായ ഇടപെടൽ IPS ഉദ്യോഗസ്ഥർക്ക് എതിരെ ഉണ്ടാകുന്നു. അപ്പോൾ അതൊക്കെ വലിയ വാർത്തയായിരുന്നു. ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റം കഴിഞ്ഞ കുറച്ച് നാളുകൾക്കിടയിലെങ്കിലും മമതയ്ക്ക് വരുത്താൻ സാധിച്ചിട്ടുണ്ടോ? ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. കാരണം വെച്ചാൽ മമതയ്ക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത്. കാരണം മമതാ ബാനർജിയെ സംബന്ധിച്ച് അവർ മുഖ്യമന്ത്രിയാണ്, പക്ഷെ പല കാര്യങ്ങളിലും അവർക്ക് ഒരു സേ ഇല്ല എന്നുള്ള ഒരു അവസ്ഥയാണ് നിൽക്കുന്നത്. ഒന്നാമത് അഭിഷേക് ബാനർജിയാണ് ഇപ്പോൾ പല കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത്. അതായത് മരുമകൻ അഭിഷേക് ബാനർജി. അപ്പോൾ അഭിഷേക് ബാനർജിയാണ് ഇപ്പോൾ പാർട്ടിയുടെ റാങ്ക് ആൻഡ് ഫയലൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. പിന്നെ എന്ന് പറഞ്ഞാൽ ഈ ബംഗാളിന്റെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ പണ്ട് ഈ ഗുണ്ടകളെല്ലാം CPM ഉണ്ടായിരുന്നു. അവർ കുറെ ഗുണ്ടകൾ തൃണമൂലിലേക്ക് പോകുന്നു. ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക. പണ്ട് ഇത് കോൺഗ്രസിലായിരുന്നു എന്നാണ് പറഞ്ഞിരുന്നത് ആദ്യ കാലഘട്ടം, സിദ്ധാർത്ഥ് ശങ്കറയൊക്കെ ഭരിക്കുന്ന സമയത്ത്. അപ്പോൾ അത് അവിടുത്തെ ഒരു പ്രോബ്ലം തന്നെ, ഈ പൊളിറ്റിക്കൽ ഗുണ്ടായിസം എന്ന് പറയുന്ന സംഭവം. അത് ആരാണോ ഭരണത്തിൽ വരുന്ന അവരെ പൂർണ്ണമായി ഒഴിവാക്കി ഒരു ശുദ്ധികലശം നടത്താൻ സാധിക്കുന്നില്ല. തൃണമൂൽ കോൺഗ്രസ് പ്രതീക്ഷിച്ചിരുന്ന ആ രീതിയിലുള്ള ഒരു മാറ്റം കൊണ്ടുവരാൻ പറ്റുമെന്നുള്ള, പക്ഷെ അത് സംഭവിക്കുന്നില്ല എന്നുള്ളത്. കാരണം ഇത് ഓരോ ലോക്കൽ ഡോൺസിനെ പോലെ കുറേ ആളുകൾ ഓരോ സ്ഥലങ്ങളിലുണ്ട്. അപ്പോൾ അവരുടെ നിയന്ത്രണം ഇപ്പോഴും വളരെ ശക്തമായിട്ടുണ്ട്. അത് മാത്രമല്ല ഓപ്പൺ ആയിട്ടുണ്ട്. ഇപ്പോൾ സന്ദേശ് ഗാലി വിഷയത്തിലെ ആ ഒരു സംഭവം നമുക്കറിയാം. അത് കൂടാതെ ആർജിക്കർ വിഷയത്തിലാണെങ്കിലും എന്താ സംഭവം ഉണ്ടായിരിക്കുന്നത്? കാരണം ഇത്രയും ഹീനമായുള്ള ഒരു കൃത്യം ചെയ്തിട്ട് പോലും ആ പ്രതികളെ സംരക്ഷിക്കാനാണ് തൃണമൂൽ ഭരണകൂടം ശ്രമിച്ചത്. അപ്പൊ അത് ബംഗാളിലെ ക്രൈം ഒരു വലിയ ഇഷ്യൂ ആണ്. ആസിഡ് അറ്റാക്ക്, വനിതകൾക്കെതിരെയുള്ള ക്രൈം, അത് ഇത്തവണ ഒരു ഗെയിം ചേഞ്ചർ ആയിട്ട് മാറും. മമതാ ബാനർജി ആ കാര്യത്തിൽ ഒരു പരാജയമാണെന്നുള്ള ഒരു പ്രതീതി പൊതുവെ ജനങ്ങൾക്കിടയിലുണ്ട്. പക്ഷെ എന്നിരുന്നാലും അവസാന നിമിഷം എന്തെങ്കിലും അബദ്ധം BJP കഴിഞ്ഞ തവണത്തെ പോലെ കാണിക്കുമെന്നുള്ളൊരു ഭയം ഇപ്പോഴും BJP ക്യാമ്പിലുണ്ട്. കാരണം അവസാന നിമിഷം എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായ, ഒരു ഇമോട്ടീവ് ഇഷ്യൂ ഉണ്ടായ, ആ ഒരു ഒറ്റ ഇഷ്യൂ മതി മമതയെ വീണ്ടും അധികാരത്തിൽ കൊണ്ടുവരാൻ. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, മമത ഇത്തവണ അധികാരത്തിൽ വരികയാണെങ്കിൽ പോലും ഒരു റെഡ്യൂസ്ഡ് മെജോറിറ്റിയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ വരികയാണെങ്കിൽ ഒരു 2 വർഷം കഴിഞ്ഞാൽ ചിലപ്പോൾ സിറ്റുവേഷൻ മാറാം. കാരണം BJP ഇത്തരം സംഭവങ്ങളിലൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വളരെ വിദഗ്ധരായുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്. മമതയ്ക്ക് ഇനി ഒരു നാഷണൽ ഇതും കൂടി ഉണ്ടെന്ന് പറയുന്നു. അതായത് ഇത്തവണ മമത അധികാരത്തിൽ വരികയാണെങ്കിൽ 2 വർഷം കഴിഞ്ഞിട്ട് മമത, അത് അടുത്ത ലോക്സഭ ഇലക്ഷൻ തൊട്ട് മുമ്പായിട്ട് മരുമകനെ ഭരണം ഏൽപ്പിച്ച് മമത നാഷണൽ ഇതിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യ സഖ്യത്തിന്റെ നേതാവായിട്ട് മമത വരണമെന്ന് വലിയൊരു വിഭാഗം അണികളല്ല, ഈ ചെറിയ ചെറിയ കക്ഷികളൊക്കെ ആഗ്രഹിക്കുന്നു. അതെ, ഞാൻ വേറെ ഒന്ന് ചോദിച്ചോട്ടെ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വെച്ച് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ എന്താണ് സ്ഥിതി നമ്മുടെ ഈ നിയമസഭാ മണ്ഡലങ്ങളുടെ കണക്കിൽ? കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ 92 നിയമസഭാ സെഗ്മെന്റുകളിൽ, അതായത് നിയമസഭാ മണ്ഡലങ്ങളിൽ BJP ഒന്നാമതെത്തിയിട്ടുണ്ട്. 77 നിന്ന് ഒരു ജമ്പ് BJPക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ സീറ്റ് വന്നപ്പോൾ 18 നിന്ന് 12 കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ BJPയുടെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് 40% അവിടെ ഇൻടാക്റ്റ് ആയിട്ട് നിൽക്കുകയാണ്. ഇപ്പൊ 2021 48% വോട്ടാണ് മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിന് കിട്ടിയത്. BJPക്ക് 38%. ഒരു 10% ഡിഫറൻസ് ഉണ്ട്. പക്ഷെ ഇപ്പൊ ആ ഡിഫറൻസ് വെർച്വലി ഇല്ല എന്നുള്ളതാണ് അവസ്ഥ. ഒരു 3 to 4% ഡിഫറൻസ് ഇപ്പം നിലവിലുള്ളൂ എന്നാണ് ഒരു ട്രാക്കേഴ്സ് നിന്നൊക്കെ മനസ്സിലാകുന്നത്. അത് സ്വിങ് ചെയ്യാൻ സാധ്യതയുള്ളതാണ്. വളരെ സാധ്യതയില്ല. പ്രത്യേകിച്ച് ബൈപോളറാണ്. കാരണം മറ്റ് പാർട്ടീസിൽ നിന്നും കാര്യമായിട്ടുള്ള റെപ്രസെന്റേഷൻ നിലവിലില്ല, അല്ല അവർ ഫീൽഡിലില്ല. അവിടെയാണ് ഈ SIR വന്നു. അതിനൊപ്പം തന്നെ ഈ നമ്മൾ നോക്കുമ്പോൾ 116 മണ്ഡലങ്ങളിലെ മുസ്ലിം നിർണായക വോട്ടേഴ്സ് ഉണ്ട്. അവിടെ ഈ ചെറിയ OIC പാർട്ടികളും സ്പ്ലിറ്റ് വന്നതിന് എന്ന് പറയുന്ന ഹുമയൂൺ കബീറിന്റെ പാർട്ടി, അവർ ബാബറി മസ്ജിദ് നിർമ്മിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് രംഗത്ത് വന്ന വൈകാരിക വിഷയമൊക്കെയാണ് അവിടെ അഴിച്ചുവിട്ടിരിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, ഈ ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ മുർഷിദാബാദ് മുസ്ലിം മെജോറിറ്റി ഡിസ്ട്രിക്റ്റ് ആണ്. അവിടെയുള്ള മണ്ഡലങ്ങളിൽ ഇത്തവണ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ BJPക്ക് അവിടെ എന്തായാലും ജയിച്ച് കയറാൻ പറ്റില്ല, കാരണം മുസ്ലിം മെജോറിറ്റി റീജിയനാണ്. അപ്പോൾ അവിടെ ഒന്ന് ഉന്നയൻ പാർട്ടി എന്ന് പറഞ്ഞ പാർട്ടിയുണ്ട്, ഹുമയൂൺ കബീറിൻ്റെ, അവർ കുറേ മണ്ഡലങ്ങൾ മത്സരിക്കുന്നുണ്ട്. ഒവൈസിയുടെ പാർട്ടി മത്സരിക്കുന്നുണ്ട്. CPM ഇത്തവണ പ്രതീക്ഷിക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ്
ഈ മണ്ഡലം മീൻസ് ആ പ്രദേശം. അപ്പോൾ ഈ സി പി എമ്മിന് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവിടെ അക്കൗണ്ടിലേക്ക് തിരികെ എത്താനുള്ള സാധ്യത 1-2 സീറ്റുകൾ ചിലപ്പം ജയിച്ചേക്കാം എന്നുള്ളൊരു പൂജ്യമായിരുന്നു. അതിൽ നിന്നൊരു മാറ്റം ഉണ്ടാവും. ഒരു 3-4 സീറ്റ്, അതായത് ഇവിടെ അത്രയ്ക്കും വലിയൊരു മത്സരം നടക്കുന്നത്, ഒരു 5 കോർണേഡ് മത്സരമൊക്കെയാണ് നടക്കുന്നത്. ഈ പറയുന്ന മുർഷിദാബാദ്, ഉത്തർ ദിഞ്ചാപൂർ എന്നൊക്കെ പറയുന്ന പ്രദേശങ്ങൾ. അപ്പോൾ അവിടെ എന്തെങ്കിലും ഒരു ഇമ്പാക്ട് ഉണ്ടാക്കി ചെറിയ തോതിൽ 1-2 മണ്ഡലങ്ങളൊക്കെ ചിലപ്പം ജയിച്ചു കയറാൻ സാധ്യതയുണ്ട്. അപ്പം മമതയുടെ 48% വോട്ട് കഴിഞ്ഞ തവണ കിട്ടിയതിൽ 24% മുസ്ലിങ്ങളുടെ വോട്ടാണ്, 24% ഹിന്ദുക്കളുടെ വോട്ടാണ്. അപ്പോൾ മമതയ്ക്ക് ഈക്വലായിട്ട് വോട്ട് കിട്ടുന്നുണ്ട്. പക്ഷേ ഇത്തവണ ഹിന്ദു പോളറൈസേഷൻ വഴി BJPയിലേക്ക് പോകാനുള്ളൊരു സാധ്യതയുണ്ട് വലിയ തോതിൽ. പ്രത്യേകിച്ച് ഈ ബംഗ്ലാദേശി കുടിയേറ്റം, അനധികൃത കുടിയേറ്റം, അത് വലിയ വിഷയമാണ്. മൈനോറിറ്റി അപ്പീസ്മെന്റ് വേറൊരു തലത്തിലേക്ക് മമത കൊണ്ടുപോയി. ഹിന്ദുക്കൾക്ക് അവിടെ രക്ഷയില്ല. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഒരു 5 വർഷം കൂടെ മമതാ ബാനർജി അവിടെ ഭരിക്കുകയാണെങ്കിൽ ബംഗ്ലാദേശികളുടെ കൈകളിലാവും ഈ പറയുന്ന ബംഗാൾ എന്നുള്ളൊരു പ്രചരണം BJP വളരെ ശക്തമായിട്ട് ഉയർത്തിയിട്ടുണ്ട്. അത് ഈ പറയുന്ന അത്ര ഒരു ഹിന്ദുത്വ മൈൻഡ് സെറ്റ് ഒന്നും ഇല്ലാത്ത സാധാരണക്കാരായുള്ള കുറച്ച് ലിബറലായുള്ള ഹിന്ദുക്കൾക്കിടയിൽ പോലും ചർച്ചയായിട്ടുണ്ട്. അല്ല നിലിൻ, വേറൊരു വിഷയം അവിടെ കേൾക്കുന്നത് BJPയെ ഏത് വിധേനയും അധികാരത്തിൽ വരുന്നതിൽ നിന്ന് തടയുന്നതിന് മമതയ്ക്ക് പലതരത്തിലുള്ള സപ്പോർട്ടുകൾ കിട്ടുന്നു എന്നാണ് കേൾക്കുന്നത്. ഇത്തരത്തിലുള്ള ഈ മുസ്ലിം വോട്ടുകളുടെ ഏകീകരണം കൂടുതൽ സ്ട്രോങ് ആക്കാൻ വേണ്ടി ചില പ്രചരണം നടക്കുന്നതായി കേൾക്കുന്നു. അതിന് ചില ശക്തികളുടെ സഹായവും അവർക്കുണ്ടെന്ന് കേൾക്കുന്നു. സ്വാഭാവികമായിട്ടും ഈ ബംഗ്ലാദേശിലെ ശക്തികൾ അങ്ങോട്ട് നുഴഞ്ഞു കയറാനുള്ള സാധ്യത എന്തെങ്കിലും ഉണ്ടോ? സാധ്യതയുണ്ട്. അവരുടെ ഇമ്പാക്ട് അവിടെ ഉണ്ട്. പല സ്ഥലങ്ങളിലും ബംഗ്ലാദേശികളുടെ ഇമ്പാക്ട് വളരെ വലിയ തോതിൽ തന്നെ ബംഗാളിലുണ്ട്. പക്ഷെ ഇപ്പോൾ ഈ വോട്ടേഴ്സ് ലിസ്റ്റിലെ ആ ഒരു ശുദ്ധീകരണ പ്രക്രിയ അവിടെയാണ് മമതയ്ക്ക് ഒരു തിരിച്ചടിയായത്. ഇനിയിപ്പോൾ ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ ഈ ഇലക്ഷൻ കഴിഞ്ഞാലും ചിലപ്പോൾ മമതാ ബാനർജി പല ആരോപണങ്ങളൊക്കെ ഉന്നയിക്കും. അഥവാ അവർ പരാജയപ്പെടുകയാണെങ്കിൽ പോലും ഇത് റിഗ്ഡ് ആണ് എന്നുള്ള രീതിയിലുള്ള ആരോപണങ്ങളൊക്കെ അവർ സ്വാഭാവികമായിട്ട് ഉന്നയിക്കും. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ബംഗാളിന്റെ ചരിത്രത്തിൽ അധികാരത്തിൽ നിന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ പിന്നെ പിടിച്ചു നിൽക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം പിന്നെ ആരും കൂടെ ഉണ്ടാവില്ല. ഇപ്പൊ കാണുന്ന ഈ ആളുകളൊന്നും ഉണ്ടാവില്ല. അതാണ് ബംഗാളിന്റെ ചരിത്രം കാണിക്കുന്നത്. കൈയടിക്കുന്നവരെല്ലാം മിണ്ടാതെ ഇരിക്കും, അല്ലെങ്കിൽ ഇപ്പുറത്തേക്ക് ചാടും. അപ്പൊ അതുകൊണ്ട് മമതയ്ക്ക് ഏത് വിധേനയും എങ്ങനെയെങ്കിലും ചെറിയൊരു ഭൂരിപക്ഷത്തിനാണെങ്കിലും അധികാരം നിലനിർത്തുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഡു ഓർ ഡൈ ബാറ്റിലാണ്. ഇത്തവണ മമതാ ബാനർജി പരാജയപ്പെടുകയാണെങ്കിൽ BJPയെ സംബന്ധിച്ച് BJPയുടെ ഇലക്ഷനറിംഗ് എന്ന് പറയുന്ന സംഭവം വേറെ തലത്തിലേക്ക് എത്തി എന്നുള്ളൊരു ഫീലാണ് ഉണ്ടാകുന്നത്. കാരണം ബംഗാൾ പോലത്തെ ഒരു സംസ്ഥാനം BJP പിടിക്കുന്നു, മോദി, അമിത്ഷാ, അതുമാത്രമല്ല ഇനി വരുന്ന ഇലക്ഷനൊക്കെ അത് ഒരു വലിയ ഇമ്പാക്ട് ഉണ്ടാകും. കാരണം വെച്ചാൽ മമത ജയിക്കുകയാണെങ്കിൽ മമത സെൻട്രൽ ഫിഗർ ആയിട്ട് ചിലപ്പോൾ നാഷണൽ ഒരു ഫിഗർ ആയിട്ട് മാറും. കാരണം BJP തുടർച്ചയായിട്ട് പരാജയപ്പെടുത്തുന്ന റീജിയണൽ ലീഡർ എന്നുള്ളൊരു ഇമേജ് മമതാ ബാനർജിക്ക് ലഭിക്കും. അത് ഒരുപക്ഷെ കോൺഗ്രസിൽ നിന്ന് വരെ ഇന്ത്യ സഖ്യത്തിന്റെ ആ ഒരു നേതൃത്വം തൃണമൂൽ കോൺഗ്രസ് ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായേക്കാം. കാരണം BJPയെ ഫൈറ്റ് ചെയ്യാൻ രാഹുൽ ഗാന്ധിക്ക് പറ്റില്ല, മമതാ ബാനർജിക്ക് പറ്റുന്നുള്ളൊരു നെഗറ്റീവ് വരും. നേരെ വെച്ച് ജയിക്കുകയാണെങ്കിൽ BJPയെ സംബന്ധിച്ച് അവരുടെ ഈ അടുത്ത കാലത്തെ ഇലക്ഷനിലെ ഏറ്റവും വലിയൊരു അട്ടിമറി വിജയമായിരിക്കും. ബംഗാളും BJP പിടിക്കുന്നുള്ള. കാരണം അവർക്ക് വൈകാരികമായിട്ട് ഒരുപാട് അടുപ്പുള്ള സ്ഥലമാണ് ബംഗാൾ. ശ്യാമപ്രസാദ് മുഖർജിയുടെ സ്ഥലമാണ്. അതുകൂടാതെ തന്നെ ബങ്കിം ചന്ദ്ര ചാറ്റർജി, സ്വാമി വിവേകാനന്ദൻ, ഒരു ഹിന്ദു മൈൻഡ് സെറ്റ് ഉള്ള സ്ഥലം തന്നെയാണ്. പക്ഷേ ഡിഫറൻ്റായി ചിന്തിക്കുന്ന ഒരു രീതിയാണ്. അതാണ് ബംഗാളിലെ സ്ഥിതി. ഇഞ്ചോടിഞ്ച് പോരാട്ടം അതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മമതാ ബാനർജി അധികാരത്തിൽ തുടരുവാൻ എല്ലാ വഴിയും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് ആരോപണങ്ങളുടെ പേരിലാണെങ്കിൽ തന്നെയും, നെറേറ്റീവുകൾ തുറന്നു വിട്ടുകൊണ്ടാണെങ്കിൽ തന്നെയും, ജനങ്ങൾക്കിടയിലേക്ക് ഭീതിയുടെ ഒരു പ്രചാരണം നടത്തിക്കൊണ്ടാണെങ്കിൽ തന്നെയും ഏത് വിധേനയും BJPയെ അകറ്റി നിർത്തുക എന്നുള്ളൊരു തന്ത്രമുണ്ട്. മഹിളകൾ, ഒപ്പം തന്നെ മുസ്ലിം വോട്ട്, ബ്രാൻഡ് മമത, ഈ 3 വിഷയങ്ങളിൽ ആണ് മമതയ്ക്ക് കരുത്ത് പകരുന്നത്. എന്നാൽ ഇതിലേക്കൊക്കെ തന്നെ തുളച്ചു കയറുന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾ, അത് തന്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിലും ആഴത്തിൽ പോകുന്നതിൻ്റെ രീതിയിലാണെങ്കിൽ തന്നെയും BJP പയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ബംഗാളി നേതാക്കളെ ഉയർത്തിക്കൊണ്ടുവരുന്നു. അവർക്ക് കൃത്യമായി ഗൈഡൻസ് കൊടുക്കുവാൻ അമിത്ഷായുടെ ടീം അവിടെയുണ്ട്. അവിടെ ക്യാമ്പ് ചെയ്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മറ്റൊരു സംസ്ഥാനം കൂടി BJP പിടിക്കുന്നതിൻ്റെ ലക്ഷണങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. മമതാ ബാനർജി അധികാരത്തിൽ വരികയാണ് എങ്കിൽ പോലും നേരിയൊരു വ്യത്യാസത്തിലായിരിക്കും. പക്ഷേ ഈ 48% പിന്തുണയാണ് മമതയ്ക്കുള്ളത്. അത് 24% മുസ്ലിങ്ങൾ, 24% ഹിന്ദുക്കൾ. ഹിന്ദു വോട്ടുകൾ വലിയ രീതിയിൽ ഇക്കുറി BJPയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് എന്ന് നിരീക്ഷകർ ഒരേ സ്വരത്തിൽ പറയുന്നു. അപ്പോൾ ഈ 24-ൽ നിന്നും അതൊരു 14-ലേക്ക് കുറയുകയാണ് എന്നുണ്ടെങ്കിൽ വലിയൊരു വീഴ്ചയായിരിക്കും മമതാ ബാനർജി വീഴുക. അത് വല്ലാത്തൊരു വീഴ്ചയായിരിക്കും. വളരെയധികം നന്ദി ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. ടോക്കിംഗ് പോയിന്റിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക്. നമസ്കാരം.